പാകിസ്ഥാനിൽ സ്വർണ്ണവില 10 ഗ്രാമിന് 2 ലക്ഷം കടന്നെങ്കിലും ഇന്ത്യൻ കറൻസിയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇന്ത്യയെ അപേക്ഷിച്ച് പാകിസ്ഥാനിൽ സ്വർണ്ണത്തിന് ഇപ്പോഴും വില കുറവാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇന്ത്യയിൽ സ്വർണ്ണവിലയിൽ വൻ ഏറ്റക്കുറച്ചിലുകളാണ് സംഭവിക്കുന്നത്. മോദി 3.0യുടെ ആദ്യ ബജറ്റിൽ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റം ഡ്യൂട്ടി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം സ്വർണ്ണവില അതിവേഗം കുറഞ്ഞു. എന്നാൽ ഏകദേശം 67,000 രൂപയിലേക്ക് താഴ്ന്ന ശേഷം ഓഗസ്റ്റിൽ വീണ്ടും 70,000 രൂപയിലേക്ക് ഉയർന്നു. ബുധനാഴ്ച മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണ്ണത്തിൻ്റെ വില പെട്ടെന്ന് 478 രൂപ കുറഞ്ഞ് വ്യാഴാഴ്ചയും ഇതേ വില കുറവാണ് സംഭവിക്കുന്നത്. മറുവശത്ത് നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലെത്തി. MCXൽ നിന്ന് ആഭ്യന്തര വിപണിയിലേക്ക് വില കുറഞ്ഞു. ഒന്നാമതായി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ അതിൻ്റെ വില 478 രൂപ കുറഞ്ഞു. ഒക്ടോബർ 4-ന് അവസാനിക്കുന്ന ഭാവി സ്വർണ്ണത്തിൻ്റെ വില 10 രൂപയ്ക്ക് 71,644 രൂപയായി കുറഞ്ഞു. വ്യാപാരം നടക്കുമ്പോൾ 72,075 രൂപ വരെ എത്തിയിരുന്നെങ്കിലും പിന്നീട് ഇടിവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ചയും MCXൽ സ്വർണ്ണവില ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞു. ഗുണനിലവാരം ഓഗസ്റ്റ് 27-28 തീയതികളിൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 71,762 രൂപയും 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 71,475 രൂപയും 20 ക്യാരറ്റ് സ്വർണ്ണത്തിന് 65,734 രൂപയുമായിരുന്നു വില. എന്നാൽ പാകിസ്ഥാനിലെ 10 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇന്ത്യയിലെ സ്വർണ്ണവില 10 ഗ്രാമിന് 72,000 രൂപയിൽ വ്യാപാരം ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ സ്വർണ്ണത്തിൻ്റെ വില ഉയർന്ന നിലയിലാണ്. Gold.pk പറയുന്നതനുസരിച്ച് ബുധനാഴ്ച പാകിസ്ഥാൻ തലസ്ഥാനമായ കറാച്ചിയിൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില 2,28,270 പാകിസ്ഥാൻ രൂപയിലെത്തി. അവിടെ ഒരു ഡോളർ സ്വർണ്ണത്തിൻ്റെ വില 2,66,250 രൂപയാണ്. വില 2 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പോഴും ഇന്ത്യയേക്കാൾ വില കുറവാണ് പാകിസ്ഥാനിലെ സ്വർണ്ണവില. 10 ഗ്രാമിന് 2 ലക്ഷം കടന്നെങ്കിലും ഇന്ത്യൻ കറൻസി അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇന്ത്യയെ അപേക്ഷിച്ച് പാകിസ്ഥാനിലെ സ്വർണ്ണത്തിൻ്റെ വില ഇപ്പോഴും കുറവാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ രൂപയുടെ മൂല്യം 0.3008 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ഇത് പ്രകാരം 2,28,270 പാകിസ്ഥാൻ രൂപ 68,654 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ഇത് കണക്കനുസരിച്ച് കണക്കാക്കിയാൽ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് പാകിസ്ഥാനിൽ ഇപ്പോഴും ഇന്ത്യൻ ആഭ്യന്തര വിപണി സ്വർണ്ണ വിലയേക്കാൾ 3,036 രൂപ കുറവാണ്. ആഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്വർണം ഏതാണ്? സ്വർണം വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം തിരിച്ചറിയും പോലെ ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. 22 ക്യാരറ്റ് സ്വർണം മാത്രമാണ് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ചിലർ 18 ക്യാരറ്റ് സ്വർണ്ണവും ഉപയോഗിക്കുന്നു. ക്യാരറ്റ് അനുസരിച്ച് ആഭരണങ്ങളിൽ ഹാൾമാർക്കിംഗ് രേഖപ്പെടുത്തുന്ന 24 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ 999, 23 ക്യാരറ്റിൽ 958, 22 ക്യാരറ്റിൽ 916, 21 ക്യാരറ്റിൽ 875, 18 ക്യാരറ്റിൽ 750 എന്നിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സൈസ്, തീരുവ, സംസ്ഥാന നികുതി, മേക്കിംഗ് ചാർജ് എന്നിവ കാരണം രാജ്യത്തുടനീളം സ്വർണ്ണാഭരണങ്ങളുടെ വില വ്യത്യസ്തമായിരിക്കും.